ഫിസിക്സിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് ചാർജസിനെ പറ്റി പറഞ്ഞായിരുന്നു. ഇലക്ട്രിക് ചാർജസിൻ്റെ പ്രോപ്പർട്ടീസ്, കൂളോംസ് ലാ, സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ്. ഒരു ഇലക്ട്രിക് ഫീൽഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്പേസ് അറൗണ്ട് എ ചാർജ് വെയർ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഈസ് ഫെൽറ്റ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് അനുഭവപ്പെടുന്ന ഒരു ചാർജിന് ചുറ്റും അനുഭവപ്പെടുന്ന ആ സ്ഥലത്തിന് നമ്മൾ പറയുന്നതാണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് പെർ യൂണിറ്റ് പോസിറ്റീവ് ചാർജ്. ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, അതിന് നമ്മൾ പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് പെർ യൂണിറ്റ് പോസിറ്റീവ് ചാർജ്. ഇ ഈസ് ഈക്വൽ ടു എഫ് ബൈ ക്യൂ. എഫ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ്, ക്യൂ ചാർജ്. ഫോഴ്സിൻ്റെ യൂണിറ്റ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ന്യൂട്ടൺ, ചാർജിൻ്റെ ആകുമ്പോഴത്തേക്ക് ന്യൂട്ടൺ പെർ കൂളോം, അല്ലെങ്കിൽ നമുക്ക് ന്യൂട്ടൺ കൂളോം റേസ് ടു -1. എന്നിട്ട് നമുക്ക് ഇനി അങ്ങോട്ട് ഡെറിവേഷൻ വരുന്ന സമയത്ത് ഡെറിവേഷനിൽ ആവശ്യമായിട്ട് വരുന്ന ഒരു ഇക്വേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അന്നേരം ഇപ്പോൾ ഒരു ചാർജ് ക്യൂ എന്ന് പറയുന്നൊരു ചാർജ്, ആ ക്യൂ എന്ന് പറയുന്ന ചാർജിൽ നിന്ന് ആർ ഡിസ്റ്റൻസിലൊരു പോയിൻ്റാണ് പി എന്ന് പറയുന്നത്. അന്നേരം ഈ പിയിൽ ലെറ്റ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഈസ് കെപ്റ്റ് അറ്റ് പി. ഈ പിയിൽ നമ്മളൊരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് വെച്ചിരിക്കുന്നു. യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഇപ്പോൾ 1 കൂളോം ചാർജ്. അന്നേരം ഇവിടുത്തെ ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുമ്പോൾ ഈ യൂണിറ്റ് പോസിറ്റീവ് ചാർജിൽ ഉണ്ടാകുന്ന ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എഴുതാം എഫ് ഇസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു ക്യൂ ഇൻറ്റു ഇവിടുത്തെ ചാർജ് എന്ന് പറയുമ്പോഴത്തേക്ക് 1 കൂളോമാണ്, ക്യൂ ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. അതായത് എഫ് ഇസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു ക്യൂ ബൈ ആർ സ്ക്വയർ ആണ്. അന്നേരം 1/4π അത് യൂണിറ്റ് ചാർജിലുണ്ടാകുന്ന ഈ ഫോഴ്സ്, ഒരു യൂണിറ്റ് ചാർജിലുണ്ടാകുന്ന ഫോഴ്സ്, ആ യൂണിറ്റ് ചാർജിലുണ്ടാകുന്ന ഫോഴ്സിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. അന്നേരം നമുക്ക് എഴുതാം ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഈസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു ക്യൂ ബൈ ആർ സ്ക്വയർ ആണ്. ഈ ഇക്വേഷൻ നമ്മൾ ഓർത്ത് വെച്ചേക്കണം. അന്നേരം കൂളോംസ് ലോ അനുസരിച്ച് ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞു. കൂളോംസ് ലോ അനുസരിച്ച് ഫോഴ്സിൻ്റെ ഇക്വേഷൻ 1/4πε0 ഇൻറ്റു Q1 Q2 ബൈ ആർ സ്ക്വയർ. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. 1/4πε0 ഇൻറ്റു Q1 Q2 ബൈ ആർ സ്ക്വയർ ആണ്. അന്നേരം ഇലക്ട്രിക് ഫീൽഡ് അനുസരിച്ച് വെച്ച് കഴിഞ്ഞാൽ യൂണിറ്റ് ചാർജിൽ ഉണ്ടാകുന്ന ഫോഴ്സാണ്. അന്നേരം യൂണിറ്റ് ചാർജിൽ ഉണ്ടാകുന്ന ഫോഴ്സ് പറയുമ്പോഴത്തേക്ക് ഇവിടെ നമ്മൾ ഇതാണ്ട് ഒരു ചാർജ് ക്യൂ, ആ ഡിസ്റ്റൻസിൽ യൂണിറ്റ് ചാർജ് ഇരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഫോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് 1/4πε0 ഇൻറ്റു ക്യൂ ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ആണ്. അന്നേരം 1/4πε0 ക്യൂ ബൈ ആർ സ്ക്വയർ ആണ്. അന്നേരം ഈ യൂണിറ്റ് ചാർജിലുണ്ടാകുന്ന ഫോഴ്സിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. അന്നേരം ഇതിനകത്ത് നമ്മൾ ഒരു റിലേഷനും നമ്മൾ പ്രോബ്ലം ഒക്കെ ചെയ്യുന്ന സമയത്ത് ഡെറിവേഷൻ ഒക്കെ എഴുതുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചോണം. ഇ ഈസ് ഈക്വൽ ടു എഫ് ബൈ ക്യൂ ആണ്. അതിനകത്ത് നമുക്ക് എഴുതാം എഫ് ഇസ് ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് എഴുതുവാണെങ്കിൽ നമുക്ക് എഴുതാം എഫ് ഇസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു ഇ എന്ന് പറയാം. അന്നേരം ഫോഴ്സ് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് പറയാം ആ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയെ ചാർജ് കൊണ്ട് ഗുണിച്ചാൽ മതി. എഫ് ഇസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു ഇ ആണ്. ഓക്കെ. അടുത്ത് നമ്മൾ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ്. ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ പ്രോപ്പർട്ടീസാണ് നമ്മൾ പറയുന്നത്. ഇലക്ട്രിക് ചാർജസിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അതേ രീതിയിൽ തന്നെ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സിൻ്റെ പ്രോപ്പർട്ടീസ്. അങ്ങനെ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് വെച്ചിട്ട് നമുക്ക് വരയ്ക്കാനായിട്ട് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ചോദിക്കും. അന്നേരം ഇത് നമ്മൾ അതിൻ്റെ പ്രോപ്പർട്ടീസ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വരയ്ക്കാൻ സാധിക്കത്തുള്ളൂ. അന്നേരം പ്രോപ്പർട്ടീസ് പറയുമ്പോൾ ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് സ്റ്റാർട്ട് അറ്റ് പോസിറ്റീവ്. 2 തരത്തിലുള്ള ചാർജ് ഉണ്ട്, പോസിറ്റീവ് ചാർജ് ഉണ്ട്, നെഗറ്റീവ് ചാർജ് ഉണ്ട്. അന്നേരം ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് സ്റ്റാർട്ട് അറ്റ് പോസിറ്റീവ് ചാർജ്. പോസിറ്റീവ് ചാർജിൽ നിന്നാണ് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് എൻഡ് അറ്റ് നെഗറ്റീവ് ചാർജ്. നെഗറ്റീവ് ചാർജിലാണ് എൻഡ് ചെയ്യുന്നത്. ഒന്നാമത്തെ പ്രോപ്പർ പോസിറ്റീവ് ചാർജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, നെഗറ്റീവ് ചാർജിൽ എൻഡ് ചെയ്യുന്നു. ഇനി ഒരു ഐസൊലേറ്റഡ് ചാർജിലാണ്. ഐസൊലേറ്റഡ് ചാർജ്, ഇപ്പോൾ ഐസൊലേറ്റഡ് സിംഗിൾ ചാർജ് പോസിറ്റീവ് ചാർജ് ആവാം, നെഗറ്റീവ് ചാർജ് ആവാം. അന്നേരം ഈ ഐസൊലേറ്റഡ് ചാർജ് ആവുന്ന സമയത്ത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻ സ്റ്റാർട്ട് ഓർ എൻഡ് അറ്റ് ഇൻഫിനിറ്റി. സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ എൻഡ് ചെയ്യുന്നത് ഇൻഫിനിറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ പറഞ്ഞു ഇലക്ട്രിക് ഫീൽഡ് ലൈൻ സ്റ്റാർട്ട് അറ്റ് പോസിറ്റീവ് ചാർജ്. ഇപ്പോൾ ഒരു സിംഗിൾ പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ അത് എൻഡ് ചെയ്യുന്നത് ഇൻഫിനിറ്റിയിലേക്കായിരിക്കും. ഇനി ഐസൊലേറ്റഡ് നെഗറ്റീവ് ചാർജ് ആണെന്നുണ്ടെങ്കിൽ
അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇൻഫിനിറ്റിയിലേക്കായിരിക്കും. സ്റ്റാർട്ട് ചെയ്യുന്നത് ഇൻഫിനിറ്റിയിൽ നിന്നായിരിക്കും, എൻഡ് ചെയ്യുന്നത് നെഗറ്റീവ് ചാർജ്. അന്നേരം ഒന്നാമത്തെ പ്രോപ്പർട്ടി ഇലക്ട്രിക് ഫീൽഡ് ലൈൻ സ്റ്റാർട്ട് അറ്റ് പോസിറ്റീവ് ചാർജ് ആൻഡ് എൻഡ് അറ്റ് നെഗറ്റീവ് ചാർജ്. ഒരു സിംഗിൾ ചാർജ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് സ്റ്റാർട്ട് ഓർ എൻഡ് അറ്റ് ഇൻഫിനിറ്റി, ഒന്നുകിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ എൻഡ് ചെയ്യുന്നത് ഇൻഫിനിറ്റിയിലായിരിക്കും. പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ എൻഡ് ചെയ്യുന്നത് ഇൻഫിനിറ്റിയിൽ, നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇൻഫിനിറ്റിയിൽ നിന്ന്. രണ്ടാമത്തെ പ്രോപ്പർട്ടി two electric field lines never intersect each other. രണ്ട് ഇലക്ട്രിക് ഫീൽഡ്, ഇപ്പം നമ്മൾ പറഞ്ഞു ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്ന പോസിറ്റീവ് ചാർജിൽ നിന്നും എൻഡ് ചെയ്യുന്നത് നെഗറ്റീവ് ചാർജിലേക്കും ആയിരിക്കും. ഇങ്ങനെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ രണ്ടാമത്തെ പ്രോപ്പർട്ടി പറയുന്നത് ടു ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നെവർ ഇൻ്റർസെക്ട് ഈച്ച് അതർ. രണ്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇൻ്റർസെക്ട് ചെയ്യത്തില്ല. ഇപ്പോൾ ഈ ഒരു ഇങ്ങനെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻസും വേറൊരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻസും കൂടെ എന്ത് ചെയ്യത്തില്ല, ഇൻ്റർസെക്ട് ചെയ്യത്തില്ല. ഇൻ്റർസെക്ട് ചെയ്യത്തില്ലെന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മളിതിൻ്റെ ഡയറക്ഷൻ നോക്കുന്നത് ആ പോയിന്റിൽ വെച്ചിട്ട് നമ്മളൊരു ടാൻജൻറ്റ് വരയ്ക്കുന്ന സമയത്തായിരിക്കും നമുക്ക് അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കിട്ടുന്നത്. അന്നേരം ഇൻ്റർസെക്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പോയിന്റിൽ തന്നെ നമുക്ക് രണ്ട് ഡയറക്ഷൻ കിട്ടും, അതൊരിക്കലും പോസിബിൾ അല്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ടു ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നെവർ ഇൻ്റർസെക്ട് ഈച്ച് അതർ. രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ്. മൂന്നാമത്തെ പ്രോപ്പർട്ടി ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ പാരലൽ. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാരലായിരിക്കും. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് തന്നെ ഇതുപോലെ പാരലായിട്ടായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പോകുന്നത്. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ പാരലൽ. മൂന്നാമത്തത് the tangent drawn to the electric field line at a point. The tangent drawn to the electric field line at a point gives the direction of electric field at that point. ഇപ്പോൾ നമ്മൾ ഇവിടെ വരച്ച് ഒരു പോസിറ്റീവ് ചാർജ്, നെഗറ്റീവ് ചാർജ്, ഇവിടെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വരച്ചു. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വരയ്ക്കുന്ന സമയത്ത് നമുക്ക് ആ പോയിന്റിലെ ഡയറക്ഷൻ ടാൻജന്റ് ഡ്രോൺ ടു ദ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ അറ്റ് എ പോയിന്റ് ഗീവ്സ് ഡയറക്ഷൻ ഓഫ്, ഇവിടുത്തെ നമുക്ക് കണ്ടുപിടിക്കണേ അവിടെ ടാൻജന്റ് വരയ്ക്കുന്ന സമയത്ത് നമുക്ക് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ നമുക്ക് അവിടെ കിട്ടും. അതാണ് പറഞ്ഞിരിക്കുന്നത് നാലാമത്തെ പ്രോപ്പർട്ടി. അഞ്ചാമത്തെ പ്രോപ്പർട്ടി ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഡു നോട്ട് ഫോം ക്ലോസ് ലൂപ്സ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ക്ലോസ് ലൂപ്പ് ഫോം ചെയ്യുന്നില്ല. അടുത്ത് നമ്മൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് ഡൈപോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജ് വെച്ചാൽ ഒരു പോസിറ്റീവ് ചാർജ് ഒരു നെഗറ്റീവ് ചാർജ് സെപ്പറേറ്റഡ് ബൈ എ സ്മാൾ ഡിസ്റ്റൻസ്. ഈ അറേഞ്ച്മെന്റ് നമ്മൾ പറയുന്ന പേരാണ് ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത്. ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മാൾ ഡിസ്റ്റൻസ്. ഈ അറേഞ്ച്മെന്റ് ആണ് ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത്. ഈ ഡിസ്റ്റൻസ്, സ്മാൾ ഡിസ്റ്റൻസ് നമ്മൾ ദാണ്ട് 2a എന്ന് എഴുതുന്നു. നമ്മൾ ആ ഡെറിവേഷന് വേണ്ടി നമ്മൾ ദാണ്ട് ഒരു ഈ r-ന് പകരം നമ്മൾ 2a എന്ന് എടുത്തിരിക്കുകയാണ്. ഇതാണ് ആ സ്മാൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഈ അറേഞ്ച്മെന്റിനെയാണ് ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത്. പരീക്ഷയ്ക്ക് ഇങ്ങനെ ഒരു ഇങ്ങനെ പോസിറ്റീവ് ചാർജ്, നെഗറ്റീവ് ചാർജ് ഇങ്ങനെ തന്നതിന് ശേഷം ഈ അറേഞ്ച്മെന്റ് പറയുന്ന പേരെന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അന്നേരം ഈ അറേഞ്ച്മെന്റ് പറയുന്ന പേരാണ് ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത്. ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജ് സെപ്പറേറ്റഡ് ബൈ എ സ്മാൾ ഡിസ്റ്റൻസ്. അടുത്ത ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ എഴുതിക്കൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഡെഫിനേഷൻ നമുക്ക് നോക്കാം. ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് നമ്മൾ പി എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ്, നമ്മൾ ഇലക്ട്രിക് ഡൈപോൾ നമ്മൾ പറഞ്ഞു ഒരു പോസിറ്റീവ് ചാർജ്, നെഗറ്റീവ് ചാർജ് സെപ്പറേറ്റഡ് ബൈ എ സ്മാൾ ഡിസ്റ്റൻസ്. ഈ അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത്. അന്നേരം ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് വൺ ഓഫ് ദ ചാർജസ്. ഈ ഏതെങ്കിലും ഒരു ചാർജ്, വൺ ഓഫ് ദ ചാർജ് ഇൻറ്റു ലെങ്ത് ഓഫ് ദ ഡൈപോൾ. ആ ഡൈപോളിൻ്റെ ലെങ്ത് എന്ന് പറയുമ്പോൾ ഇവിടെ 2a, q ഇൻറ്റു 2a. ഈ ഇതിനെയാണ് നമ്മൾ പറയുന്നത് ഇലക്ട്രിക് ഡൈപോൾ. നമുക്ക് ഡെറിവേഷൻ ആവശ്യമായിട്ട് വരും ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്. അതായത് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്ന സമയത്ത് ഡിഫൈൻഡ് ആസ് ദ പ്രോഡക്റ്റ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് വൺ ഓഫ് ദ ചാർജസ് ആൻഡ് ലെങ്ത് ഓഫ് ദ ഡൈപോൾ. ഏതെങ്കിലും പോസിറ്റീവ് ചാർജ്, നെഗറ്റീവ് ചാർജ്, ഏതെങ്കിലും ഒരു ചാർജ് ഇൻറ്റു തമ്മിലുള്ള ഡിസ്റ്റൻസ്.
ഈ ഡയറക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ഡയറക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ഈസ് ഡയറക്റ്റഡ് ഫ്രോം നെഗറ്റീവ് ചാർജ് ടു പോസിറ്റീവ് ചാർജ്. ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ഡയറക്ഷൻ നെഗറ്റീവ് ചാർജിൽ നിന്ന് പോസിറ്റീവ് ചാർജിലേക്കാണ്. ഇതിന്റെ യൂണിറ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് യൂണിറ്റ് നമ്മൾ എടുക്കുന്ന സമയത്ത് പി ഈസ് ഈക്വൽ ടു ക്യൂ ഇൻ്റെ ചാർജിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കൂളോംബാണ്. 2a എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ മീറ്റർ പറയും. അന്നേരം അതിന്റെ യൂണിറ്റ് ഡൈപോൾ മൊമെന്റ് യൂണിറ്റ് കൂളോമീറ്റർ ആണ്. കൂളോമീറ്റർ. ഇത് നമ്മൾ പറയുന്നത് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞു. അതിന്റെ പ്രോപ്പർട്ടീസ് പറയുന്ന സമയത്ത് ഇതിനകത്ത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. അതിനകത്ത് ഒന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ വെച്ച് കഴിഞ്ഞാൽ ഐസൊലേറ്റഡ് പോസിറ്റീവ് ചാർജ്. ഐസൊലേറ്റഡ് പോസിറ്റീവ് ചാർജ് എന്ന് പറയുന്ന സമയത്ത് ക്യൂ ഗ്രേറ്റർ ദാൻ 0, 0യേക്കാളും കൂടുതലുള്ള പോസിറ്റീവ് ചാർജ് എന്ന് പറയുന്നത്. അന്നേരം ഇങ്ങനെ ചിലപ്പോൾ പറയാം, ചില ക്വസ്റ്റ്യൻ ചോദിക്കാം, ഡ്രോ ദ ഫോളോയിങ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ക്യൂ ഗ്രേറ്റർ ദാൻ 0. ക്യൂ ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജ് ആണ്. അന്നേരം പോസിറ്റീവ് ചാർജ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം പ്രോപ്പർട്ടി അനുസരിച്ച് നമ്മൾ പറഞ്ഞു ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് സ്റ്റാർട്ട് അറ്റ് പോസിറ്റീവ് ചാർജ് ആൻഡ് എൻഡ് അറ്റ് നെഗറ്റീവ് ചാർജ്. ഐസൊലേറ്റഡ് പോസിറ്റീവ് ചാർജ് ആവുന്ന സമയത്ത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. പോസിറ്റീവ് ചാർജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇപ്പോൾ ആരോ മാർക്ക് ഇങ്ങോട്ടേക്ക് കാണിക്കുക. സ്റ്റാർട്ട് ചെയ്യുന്നു, അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കാണിക്കുക ആരോ മാർക്ക്. ഇതാണ് ഐസൊലേറ്റഡ് പോസിറ്റീവ് ചാർജിൻ്റെ ഫിഗർ. ഇത് വരയ്ക്കാൻ പരീക്ഷയ്ക്ക് ചോദിക്കും. ഒന്നുകിൽ ഐസൊലേറ്റഡ് പോസിറ്റീവ് ചാർജ് അല്ലെങ്കിൽ ക്യൂ ഗ്രേറ്റർ ദാൻ 0. ടെക്സ്റ്റ് ബുക്കിലുണ്ട്, കറക്റ്റ് നോക്കിക്കോണം. അത് കറക്റ്റായിട്ട് വരച്ചു പിടിക്കണം. ഐസൊലേറ്റഡ് നെഗറ്റീവ് ചാർജ് എന്ന് പറയുന്ന സമയത്ത് നെഗറ്റീവ് ചാർജ് നമുക്കറിയാം സ്റ്റാർട്ട് ചെയ്യുന്ന പോസിറ്റീവ് ചാർജ് എൻഡ് ചെയ്യുന്ന നെഗറ്റീവ് ചാർജുമാണ്. സിംഗിൾ ചാർജിൻ്റെ കേസ് നമ്മൾ പറയുന്നു പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ എൻഡ് ചെയ്യുന്ന ഇൻഫിനിറ്റിയിലായിരിക്കും, നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഇൻഫിനിറ്റിയിലായിരിക്കും. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ നമ്മൾ വരയ്ക്കണം. നെഗറ്റീവ് ചാർജ് ആവുന്ന സമയത്ത് നെഗറ്റീവ് ചാർജ് ആകുമ്പോൾ ക്യൂ ലെസ് ദാൻ 0 എന്നും ചോദിക്കാം. ക്യൂ ലെസ് ദാൻ 0 എന്ന് പറയുമ്പോൾ 0യേക്കാളും ചേർന്നുള്ള നെഗറ്റീവ്. അന്നേരം ഇതേ രീതിയിൽ തന്നെ നമുക്ക് വരയ്ക്കാം. അന്നേരം ഇങ്ങോട്ടേക്ക് വരയ്ക്കുന്ന സമയത്ത് ആരോ മാർക്ക് തിരിച്ചു കാണിക്കണം. എൻഡ് ചെയ്യുന്നതാണ് നെഗറ്റീവ് ചാർജിലേക്ക്. അതാണ് ഐസൊലേറ്റഡ് നെഗറ്റീവ് ചാർജിൻ്റെ ഫിഗർ. അല്ല ഇലക്ട്രിക് ഡൈപോൾ. അടുത്ത മൂന്നാമത്തെ ഫിഗർ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇലക്ട്രിക് ഡൈപോളിൻ്റെ ആവുന്ന സമയത്ത് നമുക്കറിയാം ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞതിന് മുമ്പ് ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറഞ്ഞാൽ 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ സ്മാൾ ഡിസ്റ്റൻസ് ആണ്. അന്നേരം ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് പറയുമ്പോഴത്തേക്ക് അന്നേരം അതിനകത്ത് പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് ഒന്നും ക്വസ്റ്റിനകത്ത് എടുത്ത് പറയത്തില്ല. ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത് മാത്രമേ പറയത്തുള്ളൂ. ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുമ്പോൾ അപ്പോഴേ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്, ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ട്. അന്നേരം ഇവിടെ നമ്മൾ വരയ്ക്കേണ്ടതെന്ന് വെച്ചാൽ പോസിറ്റീവ് ചാർജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, അവർ ആരോ മാർക്ക് കറക്റ്റായിട്ട് കാണിച്ചിരിക്കണം. പോസിറ്റീവ് ചാർജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, നെഗറ്റീവ് ചാർജിൽ എൻഡ് ചെയ്യുന്നു. പോസിറ്റീവ് ചാർജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, നെഗറ്റീവ് ചാർജിലേക്ക് എൻഡ് ചെയ്യുന്നു. ഇങ്ങനെ വരയ്ക്കുക. പോസിറ്റീവ് ചാർജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, നെഗറ്റീവ് ചാർജിലേക്ക് എൻഡ് ചെയ്യുന്നു. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, ഇവിടേക്ക് എൻഡ് ചെയ്യുന്നു. ഇങ്ങനെ വരച്ച് കാണിക്കുക. അവർ ആരോ മാർക്ക് ഇങ്ങോട്ട് കൊടുത്തേക്കുക. ഇവിടെ നിന്ന് തുടങ്ങുന്നു, ഇവിടെ എൻഡ് ചെയ്യുന്നു. ആരോ മാർക്ക് കൊടുത്തേക്കുക, ഇവിടെയും കൊടുത്തേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു, ഇവിടെ എൻഡ് ചെയ്യുന്നു. അത് ഇലക്ട്രിക് ഡൈപോളിൻ്റെത്. ഇനി 2 പോസിറ്റീവ് ചാർജസ്, 2 പോസിറ്റീവ് ചാർജസിൻ്റെ കേസിൽ നമുക്കറിയാം 2 പോസിറ്റീവ് ചാർജ് അല്ലെങ്കിൽ 2 നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ എന്ത് ചെയ്യും? റിപ്പല് ചെയ്യും. 2 പോസിറ്റീവ് ചാർജ് ആകുമ്പം ഒരു പോസിറ്റീവ് ചാർജ്, ഒരു പോസിറ്റീവ് ചാർജ്. അന്നേരം പോസിറ്റീവ് ചാർജിൻ്റെ കേസിൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ എന്ത് ചെയ്യും? സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് എൻഡ് ചെയ്യുന്നത് ഇൻഫിനിറ്റിയിലേക്കായിരിക്കും. അന്നേരം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആണ്ട് ഇങ്ങനെ വന്ന് ഇങ്ങനെ ഇവിടെ നിന്നാണ്ട് ഇങ്ങനെ ഇതുപോലെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ രണ്ടും ഒരേ ചാർജ് ആയതുകൊണ്ട് റിപ്പല് ചെയ്ത് ഇങ്ങനെ അങ്ങ് പോകും. അതേപോലെ തന്നെ ഇങ്ങോട്ടും റിപ്പല് ചെയ്തങ്ങ് പോകും. റിപ്പൽ ചെയ്ത് ഇവിടെ ഇങ്ങനെ വരച്ച് കാണിക്കുക. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് 2 പോസിറ്റീവ്. സിമിലർലി നെഗറ്റീവ് ചാർജിൻ്റെ വരയ്ക്കാം. നെഗറ്റീവ് ചാർജിൻ്റെ വരയ്ക്കുന്ന സമയത്ത് ആരോ മാർക്ക് തിരിച്ച് കാണിച്ചാൽ മതി. നെഗറ്റീവ് ചാർജിൻ്റെ ആവുന്ന സമയത്ത് 2 നെഗറ്റീവ് ചാർജിൻ്റെ ആവുന്ന സമയത്ത് നെഗറ്റീവ് ചാർജ്, ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ്.
ഇവിടെ ഇതുപോലെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ വരുന്നു. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് രണ്ടിൻ്റെ ആയതുകൊണ്ട് ഒരേപോലുള്ള ആയതുകൊണ്ട് റിപ്പൽ ചെയ്യുന്നു. പക്ഷേ ആരോ മാർക്ക് തിരിച്ച് എൻഡ് ചെയ്യുന്ന രീതിയിൽ തിരിച്ച് കാണിക്കും. ഇവിടെ ആരോ മാർക്കം അങ്ങോട്ട്, ഇവിടെ ആരോ മാർക്കം തിരിച്ചു വരണം. ഇങ്ങനെ വരയ്ക്കണം. അടുത്ത് നമ്മൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊരു ചെറിയ ഡെറിവേഷൻ, ഈ ഡെറിവേഷൻ പരീക്ഷയ്ക്ക് ചോദിച്ചില്ല, പക്ഷേ ഇതിൻ്റെ പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക്. അന്നേരം എക്സ്പ്രഷൻ ഫോർ ടോർക്ക് ആക്ടിങ് ഓൺ എൻ ഇലക്ട്രിക് ഡൈപോൾ പ്ലേസ്ഡ് ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഇരിക്കുന്ന ഒരു ഡൈപോൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞു, ഡൈപോൾ എന്ന് പറഞ്ഞാൽ 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ്, ഒരു പോസിറ്റീവ് ചാർജ് ഒരു നെഗറ്റീവ് ചാർജ് സെപ്പറേറ്റഡ് ബൈ എ സ്മാൾ ഡിസ്റ്റൻസ്. ഈ അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ ഡൈപോൾ എന്ന് നമ്മൾ പറയുന്നത്. അന്നേരം ആ ഡൈപോൾ നമ്മളൊരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്താണ് നമ്മൾ പറഞ്ഞു? യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എല്ലാം പാരലായിരിക്കും. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാരലായിട്ടുള്ളതിനെ നമ്മൾ പറയുന്നത് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. അന്നേരം ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ ഡൈപോളിൽ വെച്ചിരിക്കുക. അന്നേരം യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിനെ ഡൈപോളിൽ വെക്കുന്ന സമയത്ത് ഇതിനകത്ത് ആക്ട് ചെയ്യുന്ന ടോർക്കിൻ്റെ ഇക്വേഷൻ നമ്മൾ പറയുന്നത്. അന്നേരം കൺസിഡർ ആൻ ഇലക്ട്രിക് ഡൈപോൾ ഓഫ് ഡൈപോൾ മൊമെന്റ് നമ്മൾ പഠിച്ചു. ഡൈപോൾ മൊമെന്റ് P is equal to Q into 2A ആണ്. വൺ ഓഫ് ദ ചാർജ് ഇൻറ്റു ഇതിനകത്ത് ഏതെങ്കിലും ഒരു ചാർജ് ഇൻറ്റു തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ഡൈപോൾ മൊമെന്റ്. അന്നേരം കൺസിഡർ ആൻ ഇലക്ട്രിക് ഡൈപോൾ ഓഫ് ഡൈപോൾ മൊമെന്റ് P is equal to 2AQ പ്ലേസ്ഡ് ഇൻ ആൻ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിനകത്ത് നമ്മൾ വെച്ചിരിക്കുകയാണ്. അന്നേരം യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് വെക്കുന്ന സമയത്ത് ഇതിനകത്തിൽ ഇലക്ട്രിക് ഫീൽഡ് വെക്കുന്ന സമയത്ത് ഇതിനകത്തൊരു ഫോഴ്സ്, ഈ Q എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജിനകത്തൊരു ഫോഴ്സ് ആക്ട് ചെയ്യും, നെഗറ്റീവ് ചാർജിനകത്തൊരു ഫോഴ്സ് ആക്ട് ചെയ്യും. അന്നേരം പോസിറ്റീവ് ചാർജിനകത്തിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ദാണ്ട് പോസിറ്റീവ് ചാർജിൽ നിന്ന് ദാണ്ട് ഇങ്ങോട്ടേക്ക് അന്നേരം നമ്മൾ നേരത്തെ പറഞ്ഞു ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു E is equal to F/Q ആണ്. ഒരു യൂണിറ്റ് ചാർജിനകത്തിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ്. അതിനകത്ത് നമുക്ക് എഴുതാം F is equal to നമുക്ക് QE എന്ന് നമുക്ക് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് പറയുമ്പോഴത്തേക്ക് QE അത് പോസിറ്റീവാണ്. QE ഇങ്ങോട്ടേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. ഇനി ഈ നെഗറ്റീവ് ചാർജിനകത്തൊരു ഫോഴ്സ് ആക്ട് ചെയ്യും. ആ നെഗറ്റീവ് ചാർജിനകത്തിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ് -QE. തമ്മിലുള്ള ഈ രണ്ട് ഡൈപോളാണ് വെച്ചിരിക്കുന്നത്. ഈ രണ്ട് പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് 2A. അന്നേരം ഇവിടെ ഒരു ചാർജ് ആക്ട് ചെയ്യുന്നുണ്ട്, ഇവിടെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, ഇവിടെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അന്നേരം ഫോഴ്സ് ഇപ്പം ഈ രണ്ട് ഇപ്പോൾ ഒരു പോയിന്റിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് പറയുമ്പോഴത്തേക്ക് ഇങ്ങോട്ടേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സും ഇങ്ങോട്ടേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സും ഈ രണ്ട് QE ആണ് ഈക്വൽ ആണ്, പക്ഷേ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. അന്നേരം ഒരു ലൈൻ ഓഫ് ആക്ഷൻ സെയിം ആണെന്നുണ്ടെങ്കിൽ ഈ ഫോഴ്സ് അങ്ങ് ക്യാൻസൽ ആയി പോകും. പക്ഷേ ഇവിടെ ലൈൻ ഓഫ് ആക്ഷൻ ഡിഫറൻ്റ് ആണ്. ഒരെണ്ണത്തിൽ ലൈൻ ഓഫ് ആക്ഷൻ ഇങ്ങോട്ട്, ഒരെണ്ണത്തിൽ ലൈൻ ഓഫ് ആക്ഷൻ ഇങ്ങോട്ട്. അന്നേരം ലൈൻ ഓഫ് ആക്ഷൻ ഡിഫറൻ്റ് ആയതുകൊണ്ട് ദേ കോൺസ്റ്റിറ്റ്യൂട്ട് എ കപ്പിൾ. ടോർക്ക് ആക്ട് ചെയ്യും, അവിടെ ഒരു ടോർക്ക് ആക്ട് ചെയ്യും. അന്നേരം ആ ടോർക്ക് അവർ രണ്ട് ഇവിടെ ഈ +Q എന്ന് പറയുന്ന ചാർജിനകത്തിൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നു, -Qയിൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. അന്നേരം ലൈൻ ഓഫ് ആക്ഷൻ ഡിഫറൻ്റ് ആയതുകൊണ്ട് ലൈൻ ഓഫ് ആക്ഷൻ ആ ഫോഴ്സിന് ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആയതുകൊണ്ട് ദേ കോൺസ്റ്റിറ്റ്യൂട്ട് ടോർക്ക്. അന്നേരം അവിടെ ടോർക്ക് ആക്ട് ചെയ്യുക. ആ ടോർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കുന്നത് ടോർക്ക് ഇസ് ഇക്വൽ ടു വൺ ഓഫ് ദ ഫോഴ്സ് ഇൻറ്റു ഏതെങ്കിലും ഒരു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫോഴ്സ്. ആ ഫോഴ്സുകൾ തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. അന്നേരം വൺ ഓഫ് ദ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫോഴ്സ്. ഏതെങ്കിലും ഒരു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫോഴ്സ്. ആ ഫോഴ്സ് തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. അന്നേരം വൺ ഓഫ് ദ ഫോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കിവിടെ കൊടുക്കാം QE എന്ന് എടുക്കാം. QE ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് വൺ ഓഫ് ദ ഫോഴ്സ്. അന്നേരം നെഗറ്റീവും പോസിറ്റീവും അങ്ങനെ എടുക്കുന്നില്ല. മാഗ്നിറ്റ്യൂഡ് ഓഫ് വൺ ഓഫ് ദ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫോഴ്സ്. അന്നേരം QE ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഈ രണ്ട് ഫോഴ്സ് നമ്മൾ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് പറയുമ്പോഴത്തേക്ക് നമുക്ക് നോക്കാം. ദാണ്ട് ഈ വരച്ചിരിക്കുന്നതിനകത്തിൽ ദാണ്ട് നമ്മൾ ഇങ്ങോട്ട് വരയ്ക്കുന്നു. ഇതാണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. നമുക്കൊരു പേര് കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതിന് നമ്മൾ ABC. ഈ BC എന്ന് പറയുന്നതാണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ആ BC ആണ് ഇവിടുത്തെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അന്നേരം ഈ BC നമുക്ക് തന്നിരിക്കുന്ന ടേമുമായിട്ട് ബന്ധപ്പെട്ട് BC കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഈ ആംഗിൾ നമ്മൾ എടുത്തിരിക്കുന്നു തീറ്റ എന്ന് എടുത്തിരിക്കുന്നു. ഈ ആംഗിൾ തീറ്റ എന്ന് എടുത്തിരിക്കുന്നു. ഇലക്ട്രിക് ഫീൽഡും ഡൈപോളുമായിട്ട് വരുന്ന ഈ ആംഗിൾ ഞാൻ തീറ്റ എന്ന് കൊടുത്തിരിക്കുന്നു. അന്നേരം തീറ്റ എടുത്തിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ദാണ്ട് ഈ ഓപ്പോസിറ്റ് സൈഡ്
അപ്പം ഈ ട്രയാങ്കിളിൽ ഇങ്ങനെ വരുന്ന സമയത്ത് ഈ സൈഡ് എന്ന് പറയുമ്പോഴത്തേക്ക് 2a ആണ്, ഈ ആംഗിൾ തീറ്റയാണ്. അങ്ങനെയാണെങ്കിൽ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ തീറ്റയായിട്ട് നോക്കുന്ന സമയത്ത് ഇത് ഓപ്പോസിറ്റ് സൈഡാണ്, ഇത് ഹൈപ്പോട്ടനസ് ആണ്. ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോട്ടനസ് സൈഡും വരുന്ന ആംഗിൾ എന്ന് പറയുമ്പോഴത്തേക്ക് സൈനാണ്. അന്നേരം സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ഇവിടെ ബി സി ആണ്. ഓപ്പോസിറ്റ് സൈഡ് ബി സി ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനസ് പറയുമ്പോൾ ഇവിടെ ഏതാണ് 2a ആണ്. അന്നേരം ബി സി ബൈ 2a ആണ്. ബി സി ബൈ 2a ആകുമ്പോൾ നമുക്ക് ബി സി കണ്ടുപിടിക്കാൻ വേണ്ടി ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. ബി സി ഇസ് ഈക്വൽ ടു നമുക്ക് എഴുതാം 2a സൈൻ തീറ്റ എന്ന് കൊടുക്കാം. അന്നേരം ബി സിയുടെ സ്ഥാനത്ത് നമുക്ക് 2a സൈൻ തീറ്റ എന്ന് കൊടുക്കാം. അന്നേരം QE ഇൻറ്റു ബി സിയുടെ സ്ഥാനത്ത് നമുക്ക് കൊടുക്കാം 2a സൈൻ തീറ്റ. ഇതാണ് ഇവിടെ നമുക്ക് കിട്ടി 2a സൈൻ തീറ്റ എന്ന് കൊടുത്തു. അന്നേരം ബി സിയുടെ സ്ഥാനത്ത് നമുക്ക് കൊടുക്കാം 2a സൈൻ തീറ്റ. 2a സൈൻ തീറ്റ. ഓക്കെ, അന്നേരം 2a സൈൻ തീറ്റ ആയി. ടോ ഇസ് ഈക്വൽ ടു നമുക്കിവിടെ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോ ഇസ് ഈക്വൽ ടു QE ഇൻറ്റു 2a സൈൻ തീറ്റ. ഇനി നമ്മൾ ശ്രദ്ധിക്കുക, 2a നമുക്കറിയാം, നമ്മളിവിടെ പഠിച്ചു P ഇസ് ഈക്വൽ ടു 2AQ നമ്മൾ പറഞ്ഞു. Q ഇൻറ്റു P ഇസ് ഈക്വൽ ടു Q ഇൻറ്റു 2a നമ്മൾ പറഞ്ഞു. ഇങ്ങനെ എഴുതാം, 2AQ എന്ന് എഴുതാം. ഇപ്പം നമ്മൾ പറഞ്ഞ രീതിയിൽ Q ഇൻറ്റു വൺ ഓഫ് ദ ചാർജ് ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ചാർജാണ്. അന്നേരം ഇവിടെ നമ്മൾ നോക്കിക്കേ, ക്യൂവും 2a കൂടെ ചേർത്തിട്ട് നമുക്ക് എന്താക്കാം, പി എന്നാക്കാം. പി എന്ന് പറഞ്ഞാൽ എന്താണ്, ഡൈപോൾ മൊമെന്റ് ആണ്. അന്നേരം ടോ ഇസ് ഈക്വൽ ടു നമുക്ക് എഴുതാം ഈ 2AQ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പി എന്ന് കൊടുക്കാം. പി ബാക്കിയുള്ള എന്താണ്, ഈ സൈൻ തീറ്റ. ടോ ഇസ് ഈക്വൽ ടു പി ഈ സൈൻ തീറ്റ എന്ന് കിട്ടി. എന്നിട്ട് നമുക്ക് എഴുതാം വെക്റ്റർ ടോ ഇസ് ഇൻ വെക്റ്റർ ഫോം എഴുതുവാണെങ്കിൽ വെക്റ്റർ ഫോമിൽ എഴുതുവാണെങ്കിൽ നമുക്ക് എഴുതാം വെക്റ്റർ ടോ ഇസ് ഈക്വൽ ടു വെക്റ്റർ പി ക്രോസ് വെക്റ്റർ ഇ ആണ് ടോർക്കിൻ്റെ ഇക്വേഷൻ. അന്നേരം ടോർക്കിൻ്റെ മാഗ്നിറ്റ്യൂഡായിട്ട് നമ്മൾ എഴുതുന്ന സമയത്ത് ടോ ഇസ് ഈക്വൽ ടു പി ഇ സൈൻ തീറ്റ എന്ന് കിട്ടും. പി ഇ സൈൻ തീറ്റ വെക്റ്റർ ഫോമിൽ എഴുതുമ്പോൾ വെക്റ്റർ ടോ ഇസ് ഈക്വൽ ടു വെക്റ്റർ പി ക്രോസ് വെക്റ്റർ ഇ. അന്നേരം ഓർത്ത് വെച്ചോണം, നമ്മൾ പഠിച്ച ക്രോസ് പ്രോഡക്റ്റ് നമ്മൾ പഠിച്ചതാണ്. ക്രോസ് പ്രോഡക്റ്റ് സൈൻ തീറ്റ വരുമ്പോഴത്തേക്ക് ക്രോസ് ആണ് വരുന്നത്, ഡോട്ട് ആണെങ്കിൽ കോസ് ആയിരിക്കും വരുന്നത്. അന്നേരം ഈ ഇക്വേഷൻ ഞാൻ പറഞ്ഞു ആദ്യമേ നാളെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു. ഈ ചാപ്റ്ററിൻ്റെ അതേ മോഡൽ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിക്കുന്ന സമയത്ത് അവിടെ നമ്മൾ ടോർക്ക് പഠിക്കും. അവിടെ ടോർക്ക് പഠിക്കുന്ന സമയത്ത് ഇതേ രീതിയിൽ തന്നെ അവിടെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ഥാനത്ത് മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും വരുന്നത്. പിയുടെ സ്ഥാനത്ത് അവിടെ ഇവിടെ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ആണ്, അവിടെ വരുന്ന സമയത്ത് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ്. അതായത് ഇവിടെ പി എന്ന് പറയുന്നത് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്, ഈ ഇലക്ട്രിക് ഫീൽഡ് പിന്നെ തീറ്റ എന്ന് പറയുന്നത് നമ്മളിവിടെ പറഞ്ഞു, തീറ്റ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡും ഡൈപോളുമായിട്ടുള്ള ആംഗിളാണ്. അന്നേരം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഇലക്ട്രിക് ചാർജസിനെ പറ്റി പറഞ്ഞു. ഈ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു ഇലക്ട്രിക് ഫീൽഡിനെ പറ്റി പറഞ്ഞു. ഇനി നമുക്ക് ഇനി തുടർന്നുള്ള ക്ലാസ് നമ്മൾ പറയുന്നത് ഇനി ഡെറിവേഷൻസ് ആയിരിക്കും പറയുന്നത്. ഡെറിവേഷൻസ് പറയുന്ന സമയത്ത് ഈ ചാപ്റ്ററിന് സ്ഥിരം ചോദിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് നമുക്കൊരു 5 ഇനി നമുക്കിവിടെ പഠിക്കാനുള്ള ഒരു 5 ഡെറിവേഷൻ നമുക്ക് പഠിക്കണം. 5 ഡെറിവേഷൻ പഠിക്കുന്ന സമയത്ത് 5 ഡെറിവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടെന്ന് പറഞ്ഞാൽ ഈ 2 ഡെറിവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടാണ്. അടുത്ത് ഈ ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമമുണ്ട്, ഗോസസ് തിയറം എന്ന് പറയുന്നൊരു ലോ ഉണ്ട്. ആ ഗോസസ് തിയറവുമായിട്ട് ബന്ധപ്പെട്ട ഒരു 3 ഡെറിവേഷനോടെ നമ്മൾ അതിൻ്റെ ആപ്ലിക്കേഷനായിട്ട് പഠിക്കണം. അതിനകത്ത് ഒരെണ്ണം ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അതും കൂടെ ആകുമ്പോഴത്തേക്ക് ചാപ്റ്ററിൽ ഏകദേശം നമുക്ക് ചാപ്റ്റർ തീരും. പിന്നെ അതിനകത്ത് പ്രോബ്ലം കൂടെയൊക്കെ ഉണ്ട്. അന്നേരം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇപ്പോൾ ഇലക്ട്രിക് ചാർജസിനെ പറ്റി പറഞ്ഞു, ഇവിടെ ഇലക്ട്രിക് ഫീൽഡിനെ പറ്റി പറഞ്ഞു. അന്നേരം ഇലക്ട്രിക് ഫീൽഡിനെ പറ്റിയും പറഞ്ഞ സമയത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ അസൈൻമെൻ്റ് ആയിട്ട് തരും. അന്നേരം അത് നിങ്ങൾ വൃത്തിയായിട്ട് എഴുതി അതിൻ്റെ ആൻസർ നിങ്ങൾ ഗൂഗിൾ ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്യണം. ഡൗട്ടുള്ളത് നമുക്ക് ക്ലാസ്സിൽ പറഞ്ഞു തരും. ഇനി ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പഠിച്ചതിനകത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡെറിവേഷൻ പറയുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിത് ഈ ഭാഗങ്ങൾ വരെ നല്ല വൃത്തിയായിട്ട് എഴുതി പഠിക്കണം. എന്നാലും നമ്മൾ ആ ഡെറിവേഷൻ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുവരെ നമ്മൾ ആദ്യമേ കൂളോംസ് ലൈനിൽ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ F = 1/4πε0 Q1 Q2 R² എന്നാണ് പഠിച്ചത്. ഇനി ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ പറഞ്ഞ സമയത്ത് പറഞ്ഞു യൂണിറ്റ് ചാർജിലുണ്ടാകുന്ന ഫോഴ്സാണ്, അതായത് F/Q ആണ്. F/Q ആയപ്പോൾ നമ്മൾ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞായിരുന്നു അവിടെ വരുന്ന സമയത്ത് നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു യൂണിറ്റ് ചാർജിലുണ്ടാകുന്ന അന്നേരം 1/4πε0 ×
Q/R² എന്ന് വന്നു. ഇപ്പം Q1 ഒരു ചാർജ് ആയതുകൊണ്ട് നമ്മൾ Q1 ഒന്നും കൊടുക്കുന്നില്ല, Q/R². അപ്പോൾ ഈ ഇക്വേഷൻ നിങ്ങൾ കറക്റ്റായിട്ട് ഓർത്ത് വെച്ചാൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ 1/4πε0 Q/R² ആണ്. ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 1/4πε0 Q1 Q2/R² ആണ്. യൂണിറ്റ് ചാർജിലുണ്ടാകുന്ന ഫോഴ്സാണ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ ഓർത്ത് വെച്ചേക്കോ 1/4πε0 Q/R² ആണ്. നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്കൊക്കെ നമ്മൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ പറയുന്ന സമയത്ത് പൊട്ടൻഷ്യൽ അതിലൊരു ഇക്വേഷൻ വരും, അതും ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ഇക്വേഷനാണ്. അന്നേരം ബേസിക് ആയിട്ട് ഈ ഇക്വേഷൻസ് നിങ്ങൾ ഓർത്ത് വെച്ചേക്കണം. അന്നേരം ഈ ഇലക്ട്രിക് ഫീൽഡ് 1/4πε0 Q/R² ആണ്. അന്നേരം ഈ പറഞ്ഞ നമ്മൾ ബേസിക് ആയിട്ട് നമ്മൾ ഇലക്ട്രിക് ചാർജസിനെ പറ്റി പറഞ്ഞത്, ഇലക്ട്രിക് ഫീൽഡിനെ പറ്റി പറഞ്ഞത് നിങ്ങൾ വൃത്തിയായിട്ട് എഴുതി പഠിക്കുക തന്നെ വേണം. ഫിസിക്സ് എഴുതി പഠിച്ച് ചുമ്മാ വായിച്ച് നോക്കിയാൽ പറ്റത്തില്ല. അന്നേരം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ ആ ഓരോന്നും കാണുന്ന സമയത്ത് നിങ്ങൾ ആ സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട നോട്ട് നിങ്ങൾ ബുക്കിലോട്ടോ പേപ്പറിലോട്ടോ കുറിച്ചെടുത്ത് അപ്പോഴേ ആ ഇക്വേഷൻസ് ഒക്കെ നല്ല വൃത്തിയായിട്ട് പഠിക്കുക. നോട്ട് നമ്മൾ ഇതിൻ്റെ പുറകെ നമ്മൾ അപ്ലോഡ് ചെയ്യും. അന്നേരം ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. പിന്നെ അസൈൻമെൻറ്റ് തരുന്ന സമയത്ത് അസൈൻമെൻറ്റിലെ പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. നമ്മൾ ഈ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആയിരിക്കും തരുന്നത്. അന്നേരം അത് വൃത്തിയായിട്ട് എഴുതി അപ്ലോഡ് ചെയ്യുക. ഡൗട്ടുള്ളത് നമുക്ക് ക്ലാസ്സിൽ പറയാം.